ആഗോള സംരംഭങ്ങളുടെ സവിശേഷതകൾ. ഒന്നാമതായി, വിപുലമായ മൂലധന വിഭവങ്ങൾ. ആഗോള സംരംഭങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളിൽ നിന്ന് തന്നെ മൂലധനം സമാഹരിക്കുവാൻ സാധിക്കും. അവരുടെ മൂലധന വിഭവങ്ങൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വലുതാണ്. അടുത്ത സവിശേഷതയാണ് വിദേശ സഹകരണം. വിദേശ കമ്പനികളുമായി ആഗോള സംരംഭങ്ങൾ വളരെ വേഗം തന്നെ കരാറുണ്ടാക്കുകയോ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു കുത്തക രൂപപ്പെടുത്താനായിട്ട് ആഗോള സംരംഭങ്ങൾ കാരണമാകും. അതുപോലെ അത്യാധുനിക സാങ്കേതിക വിദ്യ. ആഗോള സംരംഭങ്ങൾ എല്ലാ രാജ്യങ്ങളിലും തന്നെ ഉള്ളതിനാൽ എല്ലാ രാജ്യത്തെയും ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഏതെന്ന് കണ്ടെത്താനും അത് അവരുടെ കമ്പനിയിൽ അവരുടെ വിപണനത്തിനും അവരുടെ ഉൽപ്പാദനത്തിനും ഒക്കെ ഉപയോഗിക്കാനും ഇവർക്ക് കഴിയും. അതുപോലെ ഉൽപ്പന്ന നവീകരണം. പുതിയ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനായി ആവശ്യമായ ഗവേഷണങ്ങളൊക്കെ നടത്താനായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വിങ് വരെ ഈ ആഗോള സംരംഭങ്ങളിലുണ്ട്. അതുകൊണ്ട് ഇവ എത്രയും പെട്ടെന്ന്, അതായത് ആളുകളുടെ ഇഷ്ടം മാറുന്ന അനുസരിച്ച് അവരുടെ ഉൽപ്പന്നങ്ങളിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ വിപണന തന്ത്രങ്ങളൊക്കെ കുറച്ചും കൂടെ എല്ലാ രാജ്യക്കാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഓരോ രാജ്യത്തിനും അവരുടേതായ വിപണന തന്ത്രങ്ങൾ ഇറക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അതും നല്ല രീതിയിൽ ഗവേഷണമൊക്കെ നടത്തി വളരെ കാര്യക്ഷമമായ രീതിയിൽ ഉള്ള വിപണന തന്ത്രങ്ങളൊക്കെയാണ് ഇവരുടേത്. അതുപോലെ വിപണി പ്രദേശത്തിൻ്റെ വിപുലീകരണം. ഇത്തരം ആഗോള സംരംഭങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് തന്നെ അവരുടെ വിപണി പ്രദേശം വിപുലീകരിക്കാൻ കഴിയും. മറ്റ് സാധാ ഒരു കമ്പനി വിപുലീകരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ ഇവർക്ക് വിപുലീകരിക്കാൻ കഴിയും. റെസ്ട്രിക്ഷൻസൊക്കെ കുറവാണ്, താരതമ്യേന കുറവാണ്. അതുപോലെ കേന്ദ്രീകൃത നിയന്ത്രണം. എല്ലാ രാജ്യങ്ങളിലും തന്നെ ഇവ ഉണ്ടെങ്കിലും ഇവയുടെ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു കേന്ദ്രീകൃത സ്ഥലത്തായിരിക്കും. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുവാണെങ്കിൽ കൊക്കക്കോള എല്ലാ രാജ്യങ്ങളിലും തന്നെ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അമേരിക്കയിലെ അതിൻ്റെ ഹെഡ് ഓഫീസാണ്. അങ്ങനെയുള്ള കേന്ദ്രീകൃത നിയന്ത്രണവും ആഗോള സംരംഭങ്ങളുടെ സവിശേഷതയാണ്.